നമസ്കാരം. UN മാധ്യമങ്ങളിൽ പലതും പറയുന്നതനുസരിച്ച് ഗാസയിലെ ഞെട്ടിപ്പിക്കുന്ന മരണസംഖ്യ പ്രവചനാതീതവും ഒഴിവാക്കുന്നതുമായെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധർ വളരെ കാലമായി തന്നെ മുന്നറിയിപ്പ് നൽകുകയും അക്രമം തടയാൻ അന്താരാഷ്ട്ര നടപടിക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടും നൽകിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ ആരോപണം ന്യായമാണെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇതൊക്കെയാണെങ്കിലും സംഘർഷം തടയുന്നതിൽ UN രക്ഷാസമിതിയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും പരാജയപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗാസയിലെ മരണം 40,000-ന് മുകളിൽ എത്തിക്കഴിഞ്ഞു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം ഒരുപാട് പാവപ്പെട്ടവരാണ് ഇപ്പോൾ ഗാസയിൽ മരിച്ചു വീഴുന്നത്. ഇസ്രായേൽ വീണുപോയ ധാർമ്മിക ആഘാതം മനസ്സിലാക്കാൻ പ്രയാസമാണ്. അൽബനീസ് അൽ ജസീറയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഗാസയിലെ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നിർമ്മിച്ച അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ ഇതിഹാസ പരാജയത്തെ സൂചിപ്പിക്കുന്നുവെന്നും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കുക തന്നെ വേണമെന്നുമാണ് അന്താരാഷ്ട്ര നിയമം ആർക്ക് ബാധകമാക്കാമെന്ന് ആർക്ക് അത് ബാധകമാകരുതെന്നും തീരുമാനിക്കാൻ ഏതാനും രാജ്യങ്ങൾക്ക് അധികാരമുണ്ട് എന്നും നിയമവ്യവസ്ഥയിലെ ഈ കാപട്യം സംഘർഷം വെളിച്ചം വീശുന്നുവെന്നും പറയുന്നു. ഡസൻ കണക്കിന് തീവ്ര ഇസ്രായേലി കുടിയേറ്റക്കാർ, അവരിൽ പലരും മുഖംമൂടി ധരിച്ച് വെസ്റ്റ് ബാങ്ക് ഫലസ്തീനിലെ ജിറ്റിൽ വ്യാഴാഴ്ച തന്നെ രാത്രി ആക്രമണം നടത്തി. വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. ആക്രമണത്തിൽ ഒരു ഫലസ്തീൻകാരനും കൊല്ലപ്പെട്ടതായി തന്നെ അപ്പോഴേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കുടിയേറ്റക്കാർ കല്ലുകളും മോളോറ്റോവ് കോക്ടെയിലുകളും എറിഞ്ഞു. നബ്ലസീൻ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുറഞ്ഞത് 4 വീടുകളും 6 വാഹനങ്ങളും അവർ ആദ്യം കത്തിച്ചു. 100-ലധികം ആക്രമികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. റഷീദ് സെദ്ദ എന്ന 23-കാരനായ ഫലസ്തീൻകാരൻ കൊല്ലപ്പെടുകയും മറ്റൊരു ഫലസ്തീൻ പൗരൻ കുടിയേറ്റക്കാരുടെ വെടിയുണ്ടകൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഫലസ്തീൻ അതോറിറ്റി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫലസ്തീനികളെ വെടിവെച്ചത് ആരാണെന്നുള്ള വ്യക്തമായ കാരണം ഇപ്പോൾ നിലവിലില്ലെങ്കിലും വ്യക്തതയില്ലെങ്കിൽ കൂടിയും ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചത് പ്രകാരം അവർ തന്നെയാണ് എന്ന് പറയുന്നു. ഗുരുതരമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് മിനിറ്റുകൾക്ക് ശേഷം സൈനികരെയും അതിർത്തി പോലീസ് ഉദ്യോഗസ്ഥരെയും സംഭവ സ്ഥലത്തേക്ക് അയച്ചതായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലികളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ സൈന്യം കലാപം ചിതറിക്കാനുള്ള മാർഗങ്ങളും വായുവിൽ തത്സമയ തീയും ഉപയോഗിച്ചതായി IDF പറയുന്നുണ്ട്. ആക്രമണത്തിനിടെ തന്നെ ഫലസ്തീൻകാരന്റെ മരണം അന്വേഷിക്കുകയാണെന്നും പോലീസ് വാക്ക് നൽകി. ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയുമായി തന്നെ സംയുക്ത അന്വേഷണം ആരംഭിച്ചതായി തന്നെ സൈന്യവും അറിയിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങളെയും കലാപകാരികളെയും അപലപിക്കുന്ന സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഹാനി വരുത്തുകയും IDF-നെയും സുരക്ഷാ സേനയും തീവ്രവാദത്തെയും തടയുന്നതിന് താമസക്കാരുടെ സുരക്ഷ സംരക്ഷിക്കുന്നതിനുമുള്ള അവരുടെ പ്രധാന ദൗത്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുന്നു. സൈന്യം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇവയായിരുന്നു. അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനകളോട് പോലീസ് പ്രതികരിച്ചില്ല. IDF-ന്റെ പ്രസ്താവനയിലേക്ക് ഇപ്പോൾ നിരവധി കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഈ സംഭവത്തെ തീവ്രതയോടെ വീക്ഷിക്കുന്നതായി തന്നെ അവർ നിന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ തീവ്രവാദം എന്നതിലുപരി ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള വഴിതെറ്റിയ ശ്രമമാണ് ഈ നടപടികളെ രൂപപ്പെടുത്തുന്നത്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നവർ IDF-ഉം സുരക്ഷയും മാത്രമാണ്. അവരാണ് ശക്തികൾ, മറ്റാരുമല്ല. ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ഉത്തരവാദികളായവരെ പിടികൂടി വിചാരണ ചെയ്യുമെന്ന് PMO കൂട്ടിച്ചേർത്തു. എല്ലായ്പ്പോഴും വെടിനിർത്താൻ ആവശ്യപ്പെടുന്നതിന് ഹാരിസ് ട്രംപ് ആക്ഷേപിച്ചു. ഹമാസ് അനുകൂല തെമ്മാടികളെ നാടുകടത്തുമെന്നാണ് അദ്ദേഹം വ്യാഖ്യാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എല്ലാവരെയും ഇപ്പോൾ പ്രകോപിതരാക്കുകയാണ്. ഹമാസ് അനുകൂല തെമ്മാടികൾ എന്ന് വിളിക്കാൻ എന്തർഹതയാണ് ഉള്ളതെന്നും ഇപ്പോൾ കൊന്നൊടുക്കിയതൊന്നിനൊക്കെ തന്നെയും കണക്ക് വീട്ടുമെന്നും അവർ പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ മരിച്ചു വീണ പാവപ്പെട്ടവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും അവരുടെ കണ്ണീരിലുമാണ് ഇപ്പോൾ ഗാസ നഗരം.